2 മക്കബയർ 3-ാം അധ്യായം 24 മുതലുള്ള തിരുവചനം. അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ സകല ശക്തികളുടെയും സമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തമായ ശക്തി പ്രകടിപ്പിച്ചു. ഹെലിയോദോറോസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിൻ്റെ ശക്തി ദർശിച്ചു. സ്തംഭന്ധരും ഭയചകിതരുമായി പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ് ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഹെലിയോദോറോസിൻ്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞു ചെന്നു. മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു. കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ 2 യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറോസിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു. അവൻ പെട്ടെന്ന് നിലം പതിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് എന്നുള്ള ആ തിരുവചനത്തിൻ്റെ ഒരു സത്യമാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. നമ്മൾക്ക് ശക്തിയില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ബലമില്ലായിരിക്കാം. നമ്മൾക്ക് ഇറങ്ങിച്ചെന്ന് മറ്റൊരുത്തിൻ്റെ മുൻപിൽ നിന്ന് പോരാടാൻ പറ്റാത്ത നിമിഷത്തിൽ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന തൻ്റെ ദൂതഗണങ്ങളോടുകൂടെ നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.